2020 ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ 11-ന് കൊളംബോയിൽ നടക്കുന്ന പാകിസ്ഥാൻ നെതർലൻഡ്സ് പോരാട്ടത്തോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമാവുക. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഉണ്ട്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൗമാര കിരീടം 6ാം തവണയും നമ്മുടെ ടീം നേടി. അതിനുശേഷം ഇനിയിപ്പോൾ ഈ കിരീടം നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ടാസ്ക് കൂടിയുണ്ട്. എന്തായാലും 20 ടീമുകൾ, എല്ലാവർക്കും ഒരേ ലക്ഷ്യം. ചിലർക്ക് കിരീടം നിലനിർത്തുക, ചിലർക്ക് കിരീടം നേടുക, ആദ്യമായി നേടുക എന്നുള്ള ലക്ഷ്യം. എന്തായിരിക്കും ഇത്തവണത്തെ ആ ഒരു പോരാട്ടം? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. ഈ പറഞ്ഞതുപോലെ തന്നെ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ടീമും കിരീടം നിലനിർത്തിയിട്ടില്ല. 2 തവണ വീതം കിരീടം നേടിയവരാണ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും ഒക്കെ. പക്ഷേ ആർക്കും തന്നെ കഴിഞ്ഞ 9 എഡീഷനിലും ഒരു ടീം ജയിച്ചു വന്ന് അവർക്ക് അവരുടെ കിരീടം നിലനിർത്തുക, അത് സ്വന്തം നാട്ടിൽ കളി നടക്കുമ്പോൾ പോലും സാധിക്കില്ല എന്നുള്ളത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ഇന്ത്യ ഇത്തവണ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം ഇന്ത്യ നിലവിലെ ലോക ചാമ്പ്യന്മാരെന്നതിനപ്പുറം സമീപകാലത്ത് കുട്ടി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വല്ലാത്തൊരു ആധിപത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരം ഒരു പ്രകടനം മോഹിച്ചാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും മുമ്പ് ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുന്നത് അയൽക്കാരായിട്ടുള്ള പാകിസ്ഥാന്റെ മത്സരത്തോടെയാണ്. പാകിസ്ഥാൻ നെതർലാൻഡ്സ് പോരാട്ടത്തോടെയാണ് മത്സരത്തിന് തുടക്കമാവുന്നത്. ചില പ്രശ്നങ്ങൾ കാരണം അവരുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയി. 11 മണിക്കാണ് ശ്രീലങ്കയിൽ വെച്ചാണ് അവരുടെ മത്സരം നടക്കുന്നത്. പാകിസ്ഥാൻ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ലോകകപ്പിന് എത്തുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെന്റായി മാറുകയാണ് ഈ ലോകകപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇന്ത്യക്കെതിരായ മത്സരം അവർ ബഹിഷ്കരിക്കുകയാണെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് കളിക്കാനാവുക. അതായത് ഈ നെതർലാൻഡ്സ്, നമീബിയ പോലുള്ള ടീമുകൾക്ക്, അമേരിക്ക എതിരെയുള്ള ടീമുകൾക്കെതിരെ പരമാവധി നെറ്റ് റൺ റേറ്റ് ഒക്കെ തേടി ജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്കെതിരെ നഷ്ടപ്പെട്ടേക്കാം. ഒരുപക്ഷെ മത്സരം നടക്കുമോ നടക്കില്ല എന്നത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പാകിസ്ഥാൻ ബോയ്ക്കോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ മത്സരങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന് വമ്പൻ ജയം വേണം എന്നുള്ളതാണ് അതിലൊരു ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പാകിസ്ഥാൻ കഴിഞ്ഞ തവണ അവർക്ക് സൂപ്പർ 8ലേക്ക് പോലും മുന്നേറാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു മാറ്റം വരുമെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് രണ്ടാമത്തെ ഒരു മത്സരം കൂടിയുണ്ട്. അത് മുൻ ചാമ്പ്യന്മാരായ 2 തവണ ജേതാക്കളായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലാൻഡിനെതിരെയാണ്. അവിടെയും ഒരു കൗതുകമുള്ളത് സ്കോട്ട്ലാൻഡ് അല്ല, ബംഗ്ലാദേശാണ് ശരിക്കും അവിടെ ആ പൂളിൽ കൊൽക്കത്തയിൽ നിന്ന് കളിക്കേണ്ടിയിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം അവരെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി പകരം അവസാന നിമിഷമാണ് സ്കോട്ട്ലാൻഡിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. ഇന്ത്യയുടെ മത്സരമുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനും വൈകാതെ എത്തും. ഓക്കെ, എന്നാലും അല്ല, ഇന്നലെ വൈഭവ് ഒരു നിവർത്തിയില്ലായിരുന്നല്ലേ? 14 വയസ്സ് അടിച്ചു. ഇപ്പോൾ 14 വയസ്സ് അനിലൊക്കെ മറ്റേ മടൽ കൊണ്ട് ബാറ്റും വെട്ടി അല്ലെ റബ്ബർ ബാൻഡ് കൂട്ടിക്കെട്ടി പന്തോട്ട് കളിക്കാൻ പോവുക. അവനൊക്കെ അടിച്ച് കൂട്ടുമായിരുന്നു. എന്തോ കളിയായിരുന്നു ഇതിന്റെ അമ്മ അല്ലേ? സത്യം, വിസ്മയം, അത്ഭുതം എന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ ഒരു ഇന്ത്യൻ ബാറ്ററാണോ എന്ന തരത്തിൽ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത് ഒരുപക്ഷെ നമ്മൾ ക്രിസ് ഗെയിലിൻ്റെയോ അല്ലെങ്കിൽ മാത്യു ഹേഡൻ്റെ ഒക്കെ ബാറ്റിംഗ് കാണുന്ന പോലെ 14-കാരൻ്റെ ഒരു മാസ് എന്നല്ലേ വേറെ ഒന്നും പറയല്ലോ. ഒരു അടി ഒരു കിൻഡൽ കണക്കായിരുന്നു. വൈഭവ് ഈ ഫോം നിലനിർത്തട്ടെ. പലപ്പോഴും ഒരു കുട്ടികളിൽ ഇരിക്കുമ്പോൾ ഉള്ള പ്രതിഭകൾ പലർക്കും നിലനിർത്താൻ സാധിച്ചില്ല. സച്ചിനൊക്കെ തന്നെയാണ് അതിലൊരു അത്ഭുതമായിട്ടുള്ളത്. പൃഥ്വിഷ അടക്കമുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ വൈഭവ് ഇങ്ങനെ തന്നെ അടി തുടരട്ടെ, ദീർഘകാലത്തെ കരിയർ ഉണ്ടാവട്ടെ എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റ് ആരാധകർ തന്നെ ആഗ്രഹിക്കുന്നത്. വെടിമരുന്നവൻ ഒരു നിവൃത്തിയില്ല. 14 വയസ്സേ ഉള്ളൂ. 14 വയസ്സിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താകും കളി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. സച്ചിൻ്റെ വഴിയെ എല്ലാവിധ ആശംസകളും ഗംഭീരമാവട്ടെ വൈഭവ്. 14 വയസ്സുകാരൻ്റെ മാരക പ്രകടനമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ തുടരാൻ കഴിയട്ടെ വൈഭവൻ, അല്ലേ? അതെ, എന്തായാലും അടുത്ത ജനറേഷനിലും ക്രിക്കറ്റിൽ നമുക്ക് പുതുനാമ്പുകളുണ്ട്, ശുഭപ്രതീക്ഷയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.